മൂപ്പര് ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ്? ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹ്യിദ്ദീൻ ശൈഖ് ഖാരിഖല്ല, ഒരു മുഹ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. പിന്നെ മക്കാ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചാ പിന്നെ മൂപ്പര് കൊണ്ടുവരും വലിയ കൂട്ടുകാരാ. മുജാഹിദും മക്കാ മുശ്രിക്കീങ്ങളും വലിയ ബന്ധക്കാരാ. എന്തിനും തെളിവ് അബൂജഹല. അല്ലാഹുവിന്റെ റസൂലെ കൊല്ലാൻ വേണ്ടി വന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ കൊല്ലാൻ വേണ്ടി വന്ന അബൂജഹലാണോ നിങ്ങളെ തെളിവ്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അബൂജഹലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് തള്ളി പറഞ്ഞ ആൾക്കാരാണ്. ഈ രണ്ടു കൂട്ടരെയും താരതമ്യം ചെയ്തതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബിദ്അത്ത്. നിങ്ങളുടെ വാദം നരകത്തിന്റെ വാദമാണ്, സ്വർഗത്തിന്റെ വാദമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായി തൽക്കാലം ഞങ്ങളേറ്റ് മുട്ടാൻ സക്കരിയ സ്വലാഹിക്ക് വരാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ തന്നെ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റാസിയുടെ ഇബാറത്ത് തെളിവല്ല, ഒരു ഇബാറത്തും തെളിവല്ല. 10 തവണ ഞങ്ങൾ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരു കാര്യം ശിർക്കാണ് എന്നുള്ളതിന് തെളിവില്ലെങ്കിൽ ആ തെളിവില്ല എന്നുള്ളതാണ് അത് ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ് എന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഏതായാലും മറുപടി പറഞ്ഞിട്ടുണ്ട്. കൗമ മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. എവിടേക്കാ കൊണ്ടുപോകണത് എന്ന് ഇപ്പൊ കിട്ടിയല്ലോ. ഇത്രയും കാലം ചോദിച്ചതെന്താ? ഞങ്ങൾ ആരാ തേടുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ യാ ശൈഖ് മുഹ്യിദ്ദീൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും ശിർക്കല്ല. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് അബൂജഹലിന്റെ പാതയാണ്. അതിപ്പോ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിട്ടി. സക്കരിയ സ്വലാഹി ആവശ്യം വന്നില്ല, സ്വലാഹി വന്നില്ലാതാ പറഞ്ഞേട്ടാ. ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ചെറുശ്ശേരിയാ, മറ്റത് കാളമ്പാടി ഉസ്താദാ. ഇത് തോന്നിപ്പോവും പറച്ചിലേട്ടാല്. അവിടെ എല്ലാരും വന്നു, ഇവിടെ സ്വലാഹി മാത്രല്ല, നന്ദിക്കും വന്നില്ല. കൂട്ടരെ എന്ത് നന്ദി, എന്ത് നന്ദി? നിങ്ങൾ പഠിച്ച കോളേജിലെ നന്ദി അത്രല്ലേ ഉള്ളൂ. ഈ അബൂബക്കർ ദാരിമൊക്കെ പഠിച്ചിറങ്ങിയ കോളേജാണ് നന്ദി, അത്രല്ലേ അതിനുള്ളൂ. അതുകൊണ്ട് അവിടെ സ്വലാഹി എന്തേ പറഞ്ഞു, എപ്പോഴാ പറഞ്ഞു, എങ്ങനെയാ പറഞ്ഞത് അതൊന്നും കേട്ടില്ല. പിന്നെ അനസ് മുസ്ലിയാരെ ഏതോ ഒരു ക്ലിപ്പ് കേട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിലും ബന്ധപ്പങ്കണ്ടാണല്ലോ. ഏതായാലും അത് പൊക്കി പിടിച്ചിട്ടാണ് ഇപ്പൊ സ്വലാഹി എങ്ങനെ പറഞ്ഞു, സ്വലാഹി ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പുരോഹിതപ്പട എങ്ങോട്ടാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് എന്നാണ്. അല്ലാഹു തആല പഠിപ്പിച്ച ദീനിലെ അടിക്കല്ലായ തൗഹീദിൽ നിന്ന് ഈ സമുദായത്തെ തെറ്റിച്ച് കൊണ്ടുപോയിട്ട് എവിടെയും പോയി എന്തും തേടാവുന്ന, പച്ചയായ ശിർക്ക് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഒന്നാമത്തെ ചോദ്യം ബാക്കിയാണ്. അതിന് ഇതുവരെയും ഉത്തരം കിട്ടിയില്ല. ശിർക്കാന്ന് പറയാത്തോണ്ട് ശിർക്കല്ല എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയാ പോരാ. മറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ ഖാലിഖാന്നുള്ള വിശ്വാസം ഇല്ലെങ്കിൽ ശിർക്കല്ല. അത് ഇപ്പോഴും ആവർത്തിച്ചു. അവിടെയാ ഞങ്ങൾ ചോദിച്ചത്, മക്കത്ത് അബൂജഹലും ലാത്ത ഖാലിഖാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ഇലാഹാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹുവിന് കൊടുക്കേണ്ടത് അവന് കൊടുത്തപ്പോ അത് അബൂജഹൽ തുറന്ന് സമ്മതിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇലാഹിന്റെ സ്ഥാനത്താണ്. പക്ഷെ ഖാലിഖ് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ എന്ന ചോദ്യത്തിന് മറുപടി എന്താ? അള്ളാഹു ആണെന്ന മറുപടി. ഖാലിഖാര് അല്ലാഹു എന്ന മറുപടി, റാസിഖാര് അല്ലാഹു എന്ന മറുപടി. ലാത്തയെ പറ്റി ഖാലിഖ് എന്ന് പറഞ്ഞില്ല, ലാത്തയെ പറ്റി റാസിഖ് എന്ന് പറഞ്ഞില്ല. മാത്രമല്ല നിങ്ങൾ തന്നെ അത് വ്യക്തമായി എഴുതിയിട്ടുമുണ്ട്. മക്കത്തെ മുശ്രിക്കിന് പോലും ആ വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. വായിക്കട്ടെ. നിശ്ചയം അല്ലാഹു മാത്രമാണ് തർക്കമറ്റ സൃഷ്ടാവ്. ഈ വിഷയത്തിൽ അവിശ്വാസികൾക്ക് പോലും ഖണ്ഡനം സാധ്യമല്ല, അവിശ്വാസികൾക്ക് പോലും ഖണ്ഡനം സാധ്യമല്ല. പിന്നെ എങ്ങനെ വിശ്വാസികളാണെന്ന് പറയുന്നവരെ നിങ്ങൾക്ക് സാധിച്ചു? അവിശ്വാസികൾക്ക് പോലും സാധ്യമല്ല. എന്നിട്ട് കൊടുക്ക ഖുർആൻ പറയുന്നു, എന്ന ആയത്ത് മുഹമ്മദ് ഫൈസി എഴുതിയ പുസ്തകമാണ്, നിങ്ങളെ സ്വന്തം ആൾ തന്നെയാണല്ലോ. അപ്പൊ ഏതായിരുന്നാലും അബൂജഹൽ ചെയ്ത് ശിർക്കല്ലെന്ന് ഇനി തുടർന്ന് സമ്മതിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം ഖാലിഖാന്ന് വിശ്വാസല്ലേ എങ്കിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നും മുഹ്യിദ്ദീൻ
ശൈഖിനോട് പറയാം, എങ്കിൽ അബൂജഹൽ ലാത്തയോടും മുസയോടും തേടിയത് ഈ ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെയാണ്. അതുകൊണ്ട് ശിർക്കല്ല എന്ന് കൂടി നിങ്ങൾ തുറന്ന് പറയുന്നതോടുകൂടി നിങ്ങളുടെ കഥ കഴിയും, അല്ലെങ്കിലേ കഴിഞ്ഞു എന്നാണല്ലോ പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ എത്തിപ്പെട്ട അപകടമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി ചോദ്യം ചോദിക്കേണ്ട കാര്യം തന്നെ അവരോടില്ല. യഥാർത്ഥത്തിൽ പച്ചയായി തങ്ങളുടെ ശിർക്ക് അവർ തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബൂജഹലിനെ പോലും മറികടന്നു പോയി, അബൂജഹലിനെ പോലും ഓവർടേക്ക് ചെയ്തു പോയി എന്ന് പറയാതിരിക്കാനാവില്ല. ഈ സംവാദം കൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിം ജനതയ്ക്ക് ഇതെങ്കിലും മനസ്സിലാവട്ടെ. അൽഹംദുലില്ലാഹ്.